സ്നേഹപ്രപഞ്ചം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹം വാരി വിതറി എല്ലാവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു. എല്ലാവരെയും, മനുഷ്യരെ എന്നല്ല, മനുഷ്യേതര ജീവജാലങ്ങളെ അടക്കം, മഞ്ഞിനെയും മാമലകളെയും മാമരങ്ങളെയും കല്ലിനെയും മുള്ളിനെയും എന്ന് വേണ്ട എല്ലാറ്റിനും റഹ്മത്തായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാഹു അല്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വെച്ചത്, നബിയെ അങ്ങേ ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ, അനുഗ്രഹമായിട്ടല്ലാതെ, കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നിയോഗിച്ചിട്ടില്ല, അങ്ങേ അയച്ചിട്ടില്ല. ഇത് നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ ജീവിതത്തിൽ. എത്ര വലിയ കാരുണ്യത്തിന്റെ പ്രശോഭിതമായ സമുദ്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കാരുണ്യവും എത്താത്തവരായിട്ട് ആരുമില്ല. നമുക്കൊക്കെ അത് കിട്ടിയത് കൊണ്ടാണ് ഈമാനിന്റെ ചൈതന്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയുക. അതുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ, അഥവാ ഗർഭസ്ഥ ശിശുവായിരുന്നത് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിസന്ധികളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ, ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ച് അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നമുക്കൊക്കെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു. ഞാൻ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ, സൈക്കോളജിസ്റ്റ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. കാരണം അവിടുത്തെ ജീവിതത്തെ നമ്മൾക്ക് ഒപ്പിയെടുക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയം പിതാവ് നഷ്ടപ്പെടുന്നു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ ഇങ്ങോട്ട് തുടങ്ങി ജീവിതത്തിന്റെ ബാല്യം മുതൽ, ശൈശവം മുതൽ, ബാല്യം മുതൽ അങ്ങോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു. എന്നിട്ട് നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് പ്രതിസന്ധികളെ നേരിടേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തെ വധിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചു തന്നു, മാതൃക കാണിച്ചു തന്നു. ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, every successful person has a painful story. അതെ, എല്ലാ വിജയിച്ച മനുഷ്യർക്കും ഓരോ ദുഃഖത്തിന്റെ കഥ പറയാനുണ്ട്. every painful story has a successful ending. ഓരോ നൊമ്പരത്തിന്റെ കഥകൾക്കും അവസാനം വിജയത്തിന്റെ ഒരു അന്ത്യമുണ്ട് എന്ന് ചരിത്രകാരന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. നമുക്കറിയാം, ആധുനിക ലോകത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുസൽമാൻ മുന്നോട്ട് നീങ്ങുകയാണ്. അവിടെയൊക്കെ ആ മാതൃകയാണ് നമുക്കുള്ളത്. സ്നേഹത്തിന്റെ മാതൃക, സ്നേഹസ്പർശത്തിന്റെ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പഠിപ്പിച്ചു, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈരവും വൈരാഗ്യവും വിദ്വേഷവും എന്ന് വേണ്ട മനുഷ്യന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന സർവ്വ ദുർഗുണങ്ങളിൽ നിന്നും ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കുവാൻ വേണ്ടിയുള്ള പ്രചോദനം അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് നൽകി എന്നുള്ളതാണ് സത്യം. അവിടുത്തെ ബന്ധം മഹാബന്ധമാണ്. എല്ലാവരോടുമുള്ള ബന്ധം, എല്ലാ മനുഷ്യരോടുമുള്ള ബന്ധം. ഒരു ബന്ധത്തിന്, റിലേഷൻഷിപ്പിന് ആധുനിക സൈക്കോളജി പറയുന്നത് 3 കാര്യങ്ങളുണ്ട്. 3 രീതിയിലാണ് ബന്ധങ്ങൾ ഉണ്ടാവുക. 3 രീതിയിൽ. അതിൽ ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് സെൽഫിഷ്നെസ് ആണ്. അഥവാ എനിക്കെന്ത് കിട്ടിയില്ല എന്നുള്ള ചിന്ത. ഒന്നാമത്തെ ബന്ധം അതൊരിക്കലും സുസ്ഥിരമാവുകയില്ല. മറ്റൊന്ന്, രണ്ടാമത്തെ ബന്ധം ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ് ആണ്. അഥവാ എനിക്ക് കിട്ടിയതനുസരിച്ച് ഞാൻ തിരിച്ചു കൊടുക്കും. മൂന്നാമത്തേതാണ് ഗിവ് ലവ്, എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാവരോടുമുള്ള ആദരവോടെ എങ്ങനെയാണോ ഓരോരുത്തരെയും സ്നേഹിക്കേണ്ടത് ആ രീതിയിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഇത് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നു. അത് നമ്മൾ അവലംബമാക്കണം. സഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് പ്രകാരമാ, കുടുംബത്തെ സ്നേഹിച്ചത് പ്രകാരമാ, സമൂഹത്തെ സ്നേഹിച്ചത് പ്രകാരമാ, സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ്യൂതം അഹോരാത്രം പണിപ്പെട്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ
എന്റെ ജമാഅത്തിൽ ഇന്ന് മൗലിദ് ഓതി കഴിഞ്ഞ അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയരുത് എന്ന് വിമർശിക്കുന്നവർ പോലും സ്വന്തമായി അവരിങ്ങനെ ഖുർആൻ ശരീഫ് ഓതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറയുന്നുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഓ നബിയേ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, അങ്ങയെ സാക്ഷിയായിട്ടും അതേപോലെ തന്നെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിട്ടും നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകനായിട്ടുമാണ് ഞാൻ നിയോഗിച്ചിട്ടുള്ളത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ, അല്ലാഹുവിന്റെ അനുവാദത്തോടെ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളായിട്ടും പ്രബോധകനായിട്ടും അതേപോലെ വസിറാജൻ മുനീറ കത്തിച്ചൊലിക്കുന്ന വിളക്കായിട്ടുമാണ് അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്. ഇത് ഓതാതെ ഖത്മുൽ ഖുർആൻ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മദ്ഹ് മനാഖിബുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഖുർആനിലൂടെയോ അല്ലാതെ നമ്മുടെ സംസാരത്തിലൂടെയോ മലയാളത്തിലോ അല്ലെങ്കിൽ അറബിയിലോ ഏതെങ്കിലും ഭാഷയിൽ നമ്മൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്. അതുകൊണ്ട് അത് പറയാനൊന്നും എനിക്ക് നമുക്ക് നിവൃത്തിയില്ല. നിവർത്തു പോകുന്ന ഉമറുൽ ഖാബിരി എന്ന് പറയുന്ന മഹാമനുഷ്യൻ, അദ്ദേഹം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്, മദ്ഹ് എഴുതിയിട്ടുണ്ട്. അല്ലഫൽ അലിഫു എന്ന് പറയുന്ന ആ ബൈത്ത്, അതിന്റെ രണ്ട് കവിതയാണ് ഞാൻ രണ്ട് മിസ്റാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്തത്. നിങ്ങൾക്കറിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരുപാട് പ്രശംസകളും ഒരുപാട് പുകഴ്ത്തലുകളും ഒരുപാട് മദ്ഹ് മനാഖിബുകളും ഒക്കെ പല ഭാഷയിൽ ബഹുഭാഷയിൽ അതൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത് ബുർദ, അതേപോലെ തന്നെ അല്ലഫുൽ അലിഫ് ഒക്കെയാണ്. എന്നാണെങ്കിലും എല്ലാം നമ്മൾ ഇഷ്ടപ്പെടേണ്ടതാണല്ലോ. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഭാഷയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലിഫ് മുതൽ യാ വരെ ഏകദേശം 28ഓളം അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ കൊണ്ട്